ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ കേൾക്കുവാനും നമുക്ക് ഒന്നിച്ച് ദൈവവചനം പഠിക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും സർവശക്തനാകുന്ന ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ഇന്നേ ദിവസം കർത്താവ് ചെയ്യാൻ ഇടവരും. ആരൊക്കെ യേശുവിൻ്റെ അരികിൽ വിശ്വാസത്തോടെ വന്നിട്ടുണ്ടോ അവരെ ആരെയും കർത്താവ് കൈവിട്ടിട്ടില്ല. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. ഇന്ന് നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ വന്നിരിക്കുന്നെങ്കിൽ ഈ സമയം നിങ്ങൾ എന്നോട് ചേർന്ന് ഈ ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ സൗഖ്യം, ഒരു വലിയ അനുഗ്രഹം, ഒരു വലിയ അത്ഭുതം പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായി ചെയ്യും. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സർവശക്തനാകുന്ന ദൈവം അനുഗ്രഹിക്കും. തുടർന്ന് മാറ്റമില്ലാത്ത ദൈവവചനം നമുക്ക് കേൾക്കാം. ആ ദൈവാലോചനകൾ കേൾക്കുമ്പോൾ തന്നെ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ആ വചനം കേൾക്കുമ്പോൾ തന്നെ വലിയ വിശ്വാസം നിങ്ങളിൽ ഉരുവാകുകയും ആ വിശ്വാസത്താൽ നിങ്ങൾ ഇന്ന് അനുഗ്രഹം പ്രാപിക്കും. തുടർന്ന് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് ഞാനൊന്ന് മനസ്സിലാക്കി. കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കി, പാപികൾക്ക് എന്നേക്കുമായുള്ള പാപവിമോചനം കൊടുത്തു, ശാപഗ്രസ്തരെ അനുഗ്രഹത്തിലേക്ക് നടത്തി. ഇതൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മെപ്പോലെ യേശു കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നു എന്ന സത്യം മറന്നു പോകരുത്. പാപം ഒഴികെ അവൻ സകലത്തിലും നമുക്ക് തുല്യനായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്തിനാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്? വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നതിനാൽ ഞാൻ കോളേജിലും സ്കൂളിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്നവരും അല്ലെങ്കിൽ എൻ്റെ സമൂഹവും യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദേവനാണെന്നാണ്, ക്രിസ്ത്യാനികളുടെ ദൈവമാണ് യേശു. എന്നാൽ ലോകം അറിയേണ്ട ഏറ്റവും വലിയ സത്യം, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല. യേശു ഒരു മതത്തിൻ്റെ ദൈവമല്ല. യേശു ക്രിസ്തു ഒരു സംഘടനയുടെ ദൈവമല്ല. വിശുദ്ധ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. എല്ലാ മതങ്ങളും എല്ലാ ആചാരങ്ങളും എല്ലാവരും പഠിപ്പിക്കുന്നു മനുഷ്യനിൽ പാപമുണ്ട്. ഞാൻ ആയിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പാപത്തിലല്ലയോ നിൻ്റെ അമ്മ നിന്നെ ഗർഭം ധരിച്ചത്. അപ്പോൾ മനുഷ്യനിൽ ജന്മപാപമുണ്ട്, കർമ്മപാപമുണ്ട്. അങ്ങനെ മനുഷ്യൻ പാപത്തിലാണ് ജനിക്കുന്നത്, പാപത്തിലാണ് ജീവിക്കുന്നതെന്ന് എല്ലാ മതങ്ങളും എല്ലാ വേദങ്ങളും എല്ലാ ഉപനിഷത്തുകളും നമ്മെ പഠിപ്പിക്കുന്നെങ്കിലും യഥാർത്ഥമായ പാപത്തിൻ്റെ പരിഹാരം എന്ത് എന്ന് ആരും പറയുന്നില്ലെന്നുള്ളതാണ് സത്യം. എന്നാൽ 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് ലോകം ഒത്തിരി അഡ്വാൻസ്ഡ് ആണല്ലേ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെൻറ്ററുകൾ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് ഷോപ്പുകളൊക്കെ നമ്മുടെ ദേശത്തുണ്ട്. പണം കൊടുത്താൽ ഇന്ന് വാങ്ങാൻ കിട്ടാത്ത ഒരു കാര്യവുമില്ല. എന്നാൽ നിങ്ങൾ ഓർക്കുക, എല്ലാം പണം കൊടുത്ത് നമുക്ക് വാങ്ങിക്കാൻ കഴിയത്തില്ല. ഒരു മനുഷ്യൻ ഒരിക്കലും പണം കൊടുത്ത് സമാധാനം വാങ്ങിക്കാനൊക്കത്തില്ല. സമാധാനം ഇച്ചിരി നേരം കിട്ടാൻ സിനിമ കാണുന്നവർ, സമാധാനം അല്പനേരം അനുഭവിക്കാൻ മദ്യപിച്ച് ബോധം കെടുന്നവർ, എന്നാൽ അവർക്കൊന്നും നിത്യമായ ഒരു സമാധാനം അതിലൂടെ ലഭ്യമാകുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്പസമയത്തേക്ക് ആ മദ്യത്തിൻ്റെ ലഹരി അവരെ അബോധാവസ്ഥയിൽ നടത്തും. എന്നാൽ ബോധാവസ്ഥയിലേക്ക് വരുമ്പോൾ പിന്നെയും അവർ അസമാധാനം ഉള്ളവരായി, ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തവരായി മാറുന്നു. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചില കാര്യങ്ങൾ കാണുന്നു. ആ സമയത്ത് പരിസരം മറന്ന് ചിരിക്കാനും അത് കണ്ടുകൊണ്ടിരിക്കാനും ഒക്കെ പറ്റുന്നെങ്കിലും അത് കഴിയുമ്പോൾ വീണ്ടും ഒരു റിയൽ ലൈഫിലേക്ക് അവർ വരുന്നു.
എന്നാൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു, ഈ ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം, ഈ ലോകത്തിന് തരാൻ കഴിയാത്ത സ്വസ്ഥത, ഈ ലോകത്തിന് തരാൻ കഴിയാത്ത സന്തോഷം യേശു ക്രിസ്തുവിന് നിങ്ങൾക്ക് തരാൻ കഴിയും. അപ്പോൾ എന്നോട് ചോദിക്കും, അതെങ്ങനെ സംഭവിക്കും? വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. ഇത് നിങ്ങൾ കണ്ണുകൊണ്ട് നിന്നുകൊണ്ട് ഒരിക്കലും ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒക്കത്തില്ല. എൻ്റെ 17-ാമത്തെ വയസ്സിലാണ് എൻ്റെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തു തൻ്റെ സ്നേഹത്തെ പകർന്നെന്നെ തൻ്റെ ശുശ്രൂഷയിലേക്ക് നടത്തുന്നത്. ഈ ലോകപ്രകാരം നോക്കിയാൽ എനിക്കൊരു കടഭാരമോ രോഗമോ ലോകപരമായ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എല്ലാ നന്മകളുടെയും നടുവിലാണ് ജനിച്ചു വളർന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ യൗവനപ്രായത്തിൽ തന്നെ ഈ യേശുക്രിസ്തുവിനെ അറിയുന്ന ഒരു ഭവനത്തിൽ ജനിച്ചുവെങ്കിലും കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം എനിക്കില്ലായിരുന്നു. പലപ്പോഴും യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഞാൻ ഒരു കഥ പോലെ കേട്ടിട്ടുണ്ട്. ഞാനായിരുന്ന സമുദായത്തിൽ സൺഡേ സ്കൂളിലൊക്കെ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അന്ധന്മാർക്ക് കാഴ്ച കൊടുത്തു, വിശന്നവർക്ക് അപ്പവും മീനും കൊടുത്തു. ഇങ്ങനെ ഇതൊരു സ്റ്റോറിയായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിച്ചപ്പോൾ, ഞാൻ അവനിൽ വിശ്വസിച്ചപ്പോൾ, ഇതൊരു സ്റ്റോറിയല്ല, ദിസ് ഇസ് എൻ റിയാലിറ്റി. ഇതൊരു യാഥാർത്ഥ്യമായി മാറി, ഇതൊരു സത്യമായി മാറി. പ്രിയപ്പെട്ടവരെ, ദൂരം നിന്നുകൊണ്ട് ഇതിനെ നോക്കി നിൽക്കുന്നവർക്ക് ഇതിനെ വിമർശിക്കാൻ പറ്റും, കുറ്റം പറയാൻ പറ്റും. പക്ഷേ അപ്പോസ്തലനായ പൗലോസ്ലീഹ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കോ അത് ദൈവശക്തിയുമാകുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്ക് ഇത് ദൈവശക്തിയാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, വിശ്വസിക്കുന്നവർക്കോ അത് ദൈവശക്തിയാണ്. ഒരു പക്ഷേ ഇന്ന് ഇതിനെ വിമർശിക്കുന്നവരുണ്ടാകാം, ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ, ഈ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കേണ്ട കാര്യമുണ്ടോ? പലരും പല നിലയിലാണ് ഇതിനെ വിശകലനം ചെയ്യുന്നത്. ചിലർ ഇതിനെ വിമർശിക്കുന്നത് ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് തോന്നുന്ന ഒരു ചിന്തയാണ്. അല്ലെങ്കിൽ ചിലർ വിമർശിക്കുന്ന ഇങ്ങനെയാണ്, ഇതൊക്കെ തട്ടിപ്പാണ്. അപ്പം വെളിയിൽ നിന്നുകൊണ്ട് ആൾക്കാർക്ക് പല അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. നിങ്ങൾ ഓർക്കുക, നല്ല വെയിലുള്ള സമയത്ത്, നല്ല ചൂടുള്ള സമയത്ത് നിങ്ങൾ ആ വെയിലത്ത് നിൽക്കുകയും അപ്പോൾ തന്നെ നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഒരു മുറിയുണ്ട്. ആ മുറിക്കകത്ത് ഫുൾ എയർ കണ്ടീഷനാണ്, നല്ല കൂളിംഗ് ആണ് ആ റൂമിനകത്ത്. നിങ്ങൾ വെളിയിൽ നിന്നുകൊണ്ട് ഈ വെയിലത്ത് നിന്നുകൊണ്ട് ആ റൂമിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാന്ന് പറയാം, കാറ്റില്ലെന്ന് പറയാം, അല്ലെങ്കിൽ ചോരുന്നാന്ന് പറയാം. പക്ഷേ അതിനകത്തെ എയർ കണ്ടീഷൻ്റെ ആ കൂളിംഗ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ആ കതവ് തുറന്ന് അതിനകത്തൊന്ന് കയറി വരണം. അതിനകത്തൊന്ന് വന്നാലേ നിങ്ങൾക്ക് ആ തണുപ്പ് അനുഭവിക്കാൻ പറ്റൂ. വെയിലത്ത് നിന്നുകൊണ്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ആ കൂളിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒക്കത്തില്ല. എന്നതുപോലെ തന്നെയാണ് കർത്താവിനോടുള്ള ബന്ധത്തിൽ. നമുക്ക് ഇത് കേവലം ഒരു അഭിപ്രായം ആയാൽ, ഒരു വാഗ്വാദമായാൽ, ഒരു ആർഗ്യുമെൻറ്റേഷനായിട്ട് വെളിയിൽ നിന്നാൽ യേശുവിനെ അനുഭവിച്ചറിയാൻ ഒക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. യേശു കർത്താവിൻ്റെ സ്നേഹത്തെ ജീവിതത്തിൽ റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? യേശു ക്രിസ്തു പറയുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും. അതെ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ലിവിങ് റൂമിലിരുന്ന് എവിടെ ഇരുന്നാണോ നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നത്, അവിടെ ഇരുന്നുകൊണ്ട് യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, യേശുവേ നിൻ്റെ കരം എന്നെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നോക്കി പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ജനം അനുഗമിച്ചത്? അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് വന്ന ദൈവപുത്രനായ യേശുവിൻ്റെ പിന്നാലെ ഇത്ര ലക്ഷോപലക്ഷം ജനം എന്താണ് അവനെ അനുഗമിക്കുന്നത്? പല ആൾക്കാരും ഈ ഭൂമിയിൽ എഴുന്നേറ്റിട്ടുണ്ട്, പല മനുഷ്യ ദൈവങ്ങളും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ എത്ര പേര് എഴുന്നേറ്റ് വന്നാലും അതൊക്കെ ഒരു ഷോർട്ട് ടൈം കൊണ്ട് തീരുന്നു. ചില കാലഘട്ടങ്ങൾ കൊണ്ട് അതെല്ലാം അവസാനിച്ചിട്ടും 2013 വർഷമായിട്ടും ആൾക്കാർ കുറയുമല്ല, ആൾക്കാർ കൂടുക. പലയിടത്തും ആ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്ന ആ വ്യക്തി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ആ അത്ഭുത സിദ്ധികളുള്ള മനുഷ്യൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ അതോടുകൂടെ ജനത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞു, മനുഷ്യൻ്റെ വരവുകൾ അവസാനിച്ചു. പക്ഷേ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു
ഉയർത്തെഴുന്നേറ്റിട്ട് ഇന്ന് 2013 വർഷങ്ങളാകുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ജനം യേശുവിനെ അനുഗമിക്കുന്നത്? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് വേണ്ടി അനേക യൗവനക്കാർ അവർ ജീവിതത്തെ കൊടുക്കുന്നത്? നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ എൻ്റെ യൗവനപ്രായത്തിൽ എന്താണ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇടയായത്? അപ്പം മറ്റാരിലും ഇല്ലാത്ത എന്തോ ഒന്ന് യേശുവിലുണ്ട്. മറ്റാരിലും ലഭ്യമാകാത്ത എന്തോ ഒരു പ്രത്യേകത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുണ്ട്. ഞാൻ 3 കാര്യങ്ങൾ മാത്രം ഇന്നത്തെ എപ്പിസോഡിൽ പറയാം. അടുത്ത ദിവസങ്ങളിൽ അതിനെ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഹി ലവ്ഡ് ദം. യേശു കർത്താവ് ജനത്തെ സ്നേഹിച്ചു, പുരുഷാരത്തെ സ്നേഹിച്ചു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവർ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. അത് ജനത്തെ കണ്ടിട്ട് യേശു കർത്താവിന് മനസ്സലിഞ്ഞു. അവരുടെ ജീവിതം തകർന്ന അനുഭവത്തിലായിരിക്കുന്ന കണ്ടിട്ട്, അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസം കണ്ടിട്ട്, ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ തകർച്ച കണ്ടിട്ട് കർത്താവിന് അവരോട് മനസ്സലിവ് തോന്നി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ആരും നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ച കണ്ട് പരാജയം കണ്ടിട്ട് നമ്മളോട് ഒരലിവും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ സാഹചര്യത്തെ കണ്ട് നിങ്ങളുടെ അവസ്ഥയെ കണ്ട് നിങ്ങളോട് മനസ്സലിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇത്ര വലിയ പുരുഷാരം യേശുവിനെ അനുഗമിച്ചതിൻ്റെ കാരണം യേശു അവരെ സ്നേഹിച്ചു. വ്യഭിചാരക്കുറ്റത്തിൽ മനുഷ്യരും മതവും കൂടെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞ വ്യക്തിയെ വരെ കർത്താവ് തൻ്റെ സ്നേഹത്താൽ വിടുവിപ്പാനിടയായി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിളിൽ ഒരു കുഷ്ഠരോഗി കർത്താവ് യേശുവിനോടൊന്ന് പറയുന്നു, ഗുരു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ തൊട്ട് സൗഖ്യമാക്കുക. കാരണം കുഷ്ഠരോഗികളെ ആരും സ്പർശിക്കാറില്ല, അവർ പാളയത്തിന് പുറത്ത് കിടക്കേണ്ടവരാ. എന്നാൽ യേശു ക്രിസ്തു അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് മനസ്സുണ്ട്. അതെ, മനുഷ്യർക്ക് നിങ്ങൾക്ക് തരാൻ മനസ്സില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മനസ്സുണ്ട്. മനുഷ്യർക്ക് നിങ്ങളെ അനുഗ്രഹിപ്പാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാതിൽ തുറന്നു തരാൻ മനസ്സില്ലാതിരിക്കുമ്പോൾ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സില്ലാതിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് മനസ്സലിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ജനത്തിൻ്റെ അവസ്ഥ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞു. ഒന്ന്, യേശു കർത്താവ് ജനത്തെ സ്നേഹിച്ചു. യഥാർത്ഥമായ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് യേശു ക്രിസ്തുവിലൂടെ അവർ മനസ്സിലാക്കി. മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ നിയമമനുസരിച്ച് കണ്ണിന് കണ്ണും പല്ലിന് പല്ലും അടിക്കടിയും ആയിരുന്ന സമയത്ത് യഥാർത്ഥ ദൈവസ്നേഹം എന്തെന്ന് യേശു ക്രിസ്തുവിലൂടെ അവർ മനസ്സിലാക്കി. ഒന്ന്, അവൻ പുരുഷാരത്തെ സ്നേഹിച്ചു. 2, അവൻ ജനത്തിൻ്റെ ആവശ്യങ്ങളെ പരിഹരിച്ചു. എന്തുകൊണ്ടാണ് യേശുവിനെ ജനം അനുഗമിച്ചത്? ഒന്ന്, അവൻ ജനത്തെ സ്നേഹിച്ചു. 2, ജനത്തിൻ്റെ ആവശ്യത്തെ കർത്താവ് പരിഹരിച്ചു. ജനം വിശന്ന് കണ്ടപ്പോൾ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതൽ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. അവരുടെ വിശപ്പ് കണ്ടിട്ട് കർത്താവ് അപ്പവും മീനും വാഴ്ത്തി വർദ്ധിപ്പിച്ചു. ഒരു രോഗിയെ കാണുമ്പോൾ കർത്താവ് അവരെ സൗഖ്യമാക്കുന്നു. തിമായുടെ മകനായ ബർത്തിമായി, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ സമയത്ത് കർത്താവ് അവനോട് കരുണ കാണിച്ച് അവനെ വിടുവിച്ചു. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഒന്ന്, കർത്താവ് യേശു ക്രിസ്തു ജനത്തെ സ്നേഹിച്ചു, ഇന്നും അവൻ സ്നേഹിക്കുന്നു. 2, യേശു കർത്താവിൻ്റെ അരികിൽ വന്ന ഒരു വ്യക്തികൾ പോലും നിരാശരായി പോയില്ല. അവരുടെ ആവശ്യങ്ങളെ യേശു പരിഹരിച്ചു. ഇന്നും അവൻ എൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങളെ പരിഹരിക്കുന്നു. 3-ാമത്തെ കാര്യം, അവൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. യേശു കർത്താവിൻ്റെ വാക്കും അവൻ്റെ പ്രവൃത്തിയും മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, പലരുടെയും വാക്കുപോലെ അല്ല അവരുടെ പ്രവൃത്തികൾ. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെ ആയിരുന്നില്ല. അവൻ എന്തൊക്കെ പ്രസ്താവിച്ചുവോ അതൊക്കെ സംഭവിച്ചു. അവൻ എന്തൊക്കെ പഠിപ്പിച്ചുവോ അത് യേശുവിൽ ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് അവൻ്റെ ശത്രുക്കൾ പോലും പറഞ്ഞത്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ മറ്റാരും സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. യേശു കർത്താവിൻ്റെ ശത്രുക്കൾക്ക് പോലും യേശു ക്രിസ്തുവിൽ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അത്ര ജീവിതത്തെ ക്രമീകരിച്ചവനാ, അതുപോലെ ഈ ഭൂമിയിൽ ജീവിതം കാഴ്ചവെച്ചവനാ കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ട് ജനം യേശുവിനെ അനുഗമിച്ചു? 1, അവൻ ജനത്തെ സ്നേഹിച്ചു. 2, അവൻ ജനത്തിൻ്റെ ആവശ്യത്തെ പരിഹരിച്ചു. 3, അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന, ഈ പ്രോഗ്രാം കാണുന്ന വാത്സല്യ ദൈവത്തിൻ്റെ ജനമേ,
ഈ 3 കാര്യങ്ങൾ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ 3 കാര്യങ്ങളും നമ്മളിൽ ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ആ ഹൃദയം നമ്മൾക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ കഴിയണം. 2, ഒരാവശ്യക്കാരൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവൻ്റെ ആവശ്യത്തെ പരിഹരിപ്പാനുള്ള വിവേകവും ദൈവകൃപയും നല്ല മനസ്സും നമുക്കുണ്ടാകണം. 3, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ പ്രവൃത്തിയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ വാക്കുകളുമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുമ്പോൾ നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നു. നാം അനുഭവിച്ച ദൈവസ്നേഹത്തെ, നാം പ്രസംഗിക്കുന്ന വചനത്തെ അംഗീകരിക്കുവാൻ അവർ തയ്യാറാകുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനോട് പറ. യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ്, ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടിയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ ദൈവമേ, ഇപ്പോൾ തന്നെ ഈ കുടുംബത്തോട്, ഈ വ്യക്തിയോട് കർത്താവിന് മനസ്സലിവ് തോന്നണമേ. ആരൊക്കെ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നോ അവരെല്ലാം കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ. കർത്താവ് യേശുവെ, അങ്ങ് ജനത്തെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, അംഗീകരിപ്പാൻ, കരുതാനുള്ള ആ ഹൃദയം നിൻ്റെ ആത്മാവ് അവരുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഏതെങ്കിലും ആവശ്യത്തോടെ ഇപ്പോൾ ആയിരിക്കുന്നവർ ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, നിൻ്റെ കരുണ കൊണ്ട്, കൃപ കൊണ്ട് അവരെ നിറച്ചാട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി, അത്ഭുതത്തെ ചെയ്തതിന് നന്ദി. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. വിശേഷാൽ ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹകാരികളെ വിളിക്കുന്നെങ്കിൽ അവർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം.